80-ാം വയസ്സിലാണ് അദ്ദേഹം 7ാം അംഗത്തിന് അമ്പലപ്പുഴയിൽ ഇറങ്ങുന്നത്. നേരത്തെ 6 തവണ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. അതിൽ 2 തവണ പരാജയപ്പെടുകയും ബാക്കി 4 തവണ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 2 തവണ പരാജയപ്പെട്ടതിൽ ഒന്ന് അമ്പലപ്പുഴയിലാണെങ്കിൽ മറ്റൊന്ന് കായംകുളത്താണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അമ്പലപ്പുഴ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ 126 വോട്ടിന് തോറ്റ അമ്പലപ്പുഴ മണ്ഡലമാണ്. അവിടെയാണ് ആ മണ്ഡലം പിടിച്ചെടുത്തുകൊണ്ട് സുധാകരൻ തൻ്റേതാക്കി മാറ്റിയത്. അത് ഓരോ ഘട്ടത്തിലും ഓരോ തിരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് ഏറ്റവും ഒടുവിൽ സുധാകരൻ മത്സരിച്ച 2016 അത് 23,000 വരെ ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ ജി സുധാകരന് കഴിഞ്ഞു. അതായത് അദ്ദേഹത്തിൻ്റെ അമ്പലപ്പുഴയിലെ ജനസമ്മിതിയാണ്, കൂടിക്കൊണ്ടുവന്ന ജനസമ്മിതിയാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ 2021 ജി സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിച്ചില്ല. അദ്ദേഹത്തിന് പാർട്ടി സീറ്റ് നൽകിയില്ല. പക്ഷേ അവിടെ ഭൂരിപക്ഷം 16,000 കുറഞ്ഞു എന്ന് പ്രത്യേകം ഓർക്കുക. അതായത് ജി സുധാകരൻ മത്സരിക്കാത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ CPM-ന് വോട്ട് കുറഞ്ഞു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഘട്ടം ഘട്ടമായി വോട്ട് വർദ്ധിപ്പിച്ച ജി സുധാകരൻ മത്സരരംഗത്ത് നിന്ന് മാറി നിന്നപ്പോൾ പകരം വന്ന സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 16,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ്. അതായത് ജി സുധാകരൻ പറയുന്നത് തനിക്ക് പാർട്ടിയിൽ നിന്നും വ്യക്തിപരമായും നിരവധി വോട്ടുകൾ ലഭിക്കാനുണ്ട് എന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഇനി അറിയേണ്ടത് കോൺഗ്രസ് ജി സുധാകരനെ പിന്തുണയ്ക്കുമോ, ആ പിന്തുണ ജി സുധാകരൻ ഏറ്റുവാങ്ങുമോ എന്നുള്ളതാണ്. KR സാജു ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് CPM ജില്ലാ സെക്രട്ടറി R നാസർ ജി സുധാകരന്റെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച്, പ്രഖ്യാപനത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അതൊന്ന് കേൾക്കാം. അത് പറയാം തീരുമാനിച്ചില്ല. ഞാൻ തീരുമാനിച്ചിട്ട് പറയാം, ഉടനെ പറയാം. ഓ ശരി. ഇല്ലില്ല, നമ്മൾ പ്രതീക്ഷിക്കാത്തതാ. അതെ പ്രതീക്ഷിക്കാത്ത ഒരിക്കലും അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത, അദ്ദേഹം മത്സരിക്കാൻ പാടില്ലാത്ത. നോക്കട്ടെ, ഞാൻ പറയാം. ബാക്കി കാര്യങ്ങൾ പിന്നീട് ഞാൻ പറയാം. പിന്നീട് പറയാം, ആലോചിച്ചിട്ട് പറയാം. പിന്നെ ഇനി സാധ്യതയുണ്ട്. നോക്കട്ടെ, പിന്നെ നോക്കട്ടെ.